ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് 6ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് സബ്ജക്റ്റ് ആണ്. നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റ് റെയിൻ ഓഫ് ലവ് എന്ന യൂണിറ്റിലെ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദർ എന്നുള്ള ചാപ്റ്റർ ആണ്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ റീഡിങ് വീഡിയോയും അതേപോലെ ടെക്സ്ച്വൽ ക്വസ്റ്റ്യൻ ആൻസറിൻ്റെ വീഡിയോയും നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞതാണ്. അത് കാണാത്തവരെങ്കിൽ കാണുക. നമ്മൾ ആ ക്ലാസ്സിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ് ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദർ എന്നുള്ള ചാപ്റ്ററിലെ ലെറ്റ്സ് റീവിസിറ്റ് ദ സ്റ്റോറി എന്ന പോർഷനിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് 5 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. ഓക്കെ, ലെറ്റ്സ് റീവിസിറ്റ് ദ സ്റ്റോറിയിൽ 5 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, പിക്ക് ഔട്ട് സെന്റൻസസ് ഫ്രം ദ സ്റ്റോറി വിച്ച് ഷോ ഗ്രാൻഡ് മദേഴ്സ് ലവ് ഫോർ രാജ. നിങ്ങളടുത്ത് നമ്മുടെ സ്റ്റോറി പാഠം വായിച്ചല്ലോ, ആ സ്റ്റോറിയിലെ കുറച്ച് സെന്റൻസുകൾ എടുത്ത് എഴുതാനാണ് പറയുന്നത്. ഇത് എങ്ങനത്തെ സെന്റൻസ് ആണ് എഴുതേണ്ടത്? ഗ്രാൻഡ് മദറിന് രാജയോടുള്ള സ്നേഹം സൂചിപ്പിക്കുന്ന വരികളാണ്. ഓക്കെ, ഗ്രാൻഡ് മദറിന് രാജയോടുള്ള സ്നേഹം പറയുന്ന സെന്റൻസുകൾ. ഓക്കെ, ഇപ്പൊ ഏതൊക്കെ എഴുതാം? ഏതാണ് നമ്മുടെ സെന്റൻസ്? ഷീ ടൂക്ക് ഗുഡ് കെയർ ഓഫ് മീ, ഷീ വുഡ് ഫോളോ മീ ലൈക്ക് എ ഷാഡോ സെയിങ് ഡ്രിങ്ക് ദിസ് മിൽക്ക് ഓർ ഈറ്റ് യുവർ ഫുഡ് ഓർ ഹാവ് യുവർ ബാത്ത് ഓർ ഗോ ടു ബെഡ്. സെന്റൻസ് കണ്ടില്ലേ നിങ്ങൾ? നമ്മുടെ ഗ്രാൻഡ് മദറിന് രാജയോടുള്ള സ്നേഹം സൂചിപ്പിക്കുന്ന വരികളാണ്. Second question, Raja loves both grandmother and grandfather, but they are somehow different. Compare the characters of grandmother and grandfather. നമുക്കറിയാം, രാജയ്ക്ക് ഗ്രാൻഡ് മദറിനെയും ഗ്രാൻഡ് ഫാദറിനെയും ഒരേപോലെ ഇഷ്ടമാണ് അല്ലേ? അവർക്ക് തിരിച്ചും ഇഷ്ടമാണ്, അതേപോലെ തന്നെ രാജയ്ക്കും അവർ രണ്ടാളെയും ഇഷ്ടമാണ്. പക്ഷേ അവർ രണ്ടാളുടെയും ക്യാരക്ടേഴ്സ് തമ്മിൽ രണ്ടാളും ഡിഫറെൻ്റ് ആണ്. രണ്ടാളും ഒരേപോലെയാണോ? അല്ല അല്ലേ? രണ്ടാളും തമ്മിൽ ഗ്രാൻഡ് മദറും ഗ്രാൻഡ് ഫാദറും അവരുടെ ക്യാരക്ടേഴ്സ് ഡിഫറെൻ്റ് ആണ്. അപ്പൊ എന്തൊക്കെയാണ് അവരുടെ ക്യാരക്ടേഴ്സ്? അവരെങ്ങനെയുള്ള ആൾക്കാരാണ്? ഗ്രാൻഡ് മദർ എങ്ങനെയാണ്, ഗ്രാൻഡ് ഫാദർ എങ്ങനെയാണ്? അവർ കമ്പയർ ചെയ്ത് ക്യാരക്ടേഴ്സ് എഴുതാനാണ് പറയുന്നത്. അപ്പൊ ആദ്യം നമുക്ക് ഗ്രാൻഡ് ഫാദർ എങ്ങനെയുള്ള ആളാണെന്ന് എഴുതാം. ഗ്രാൻഡ് ഫാദർ വാസ് എ ടോൾ ആൻഡ് സ്ട്രോങ് മാൻ. ഹി ഓൾവേസ് സ്പോക്ക് ഇൻ എ ലൗഡ് വോയിസ്. ഹി knew everyone in the village. People respected him. They came to him for advice and help. He was a strict man and he never liked the other children coming to his house to play with Raja. He thought that Raja might be spoiled by them. ഗ്രാൻഡ് ഫാദർ നമുക്കറിയാലോ, നല്ല ഹൈറ്റുള്ള ടോൾ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്, സ്ട്രോങ് ആണ്. അദ്ദേഹം എന്നും ഉറക്കെയാണ് സംസാരിക്കുക. ആ വില്ലേജിലുള്ള എല്ലാവരും ഗ്രാൻഡ് ഫാദറിനെ അറിയാം. എല്ലാവർക്കും ഗ്രാൻഡ് ഫാദറിന് ഒരുപാട് റെസ്പെക്റ്റ് ആണ്, ഒരുപാട് ബഹുമാനമാണ്. അവരെല്ലാം ഗ്രാൻഡ് ഫാദറിന്റെ അടുത്ത് വന്നിട്ട് അഡ്വൈസ്, ഉപദേശം ചോദിക്കും, അതേപോലെ പല സഹായങ്ങളും ചോദിക്കാറുണ്ട്. ഗ്രാൻഡ് ഫാദർ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹം രാജയെ പുറത്തു പോയി കളിക്കാൻ സമ്മതിക്കില്ല, അതേപോലെ തന്നെ വേറെ കുട്ടികളെ വീട്ടിൽ വന്ന് കളിക്കാനും സമ്മതിക്കില്ലായിരുന്നു. വേറെ കുട്ടികൾ വീട്ടിൽ വന്ന് കളിക്കൂല, രാജ പുറത്തു പോയും കളിക്കില്ല. കാരണം എന്താണ് കരുതുന്നത്? He thought that Raja might be spoiled by them. അവരുടെ കൂടെ, മറ്റു കുട്ടികളുടെ കൂടെ കളിച്ചു കഴിഞ്ഞാൽ രാജ ചീത്തക്കുട്ടിയായി മാറും, അവർ സ്പോയിൽ ചെയ്യും എന്നാണ് ഗ്രാൻഡ് ഫാദർ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഗ്രാൻഡ് മദർ വാസ് എ കൈൻഡ് ആൻഡ് ജെന്റിൽ. ഷീ ടൂക്ക് good care of Raja. She would follow Raja like a shadow and always insist Raja to do something. ഗ്രാൻഡ് മദർ വളരെ കൈൻഡ് ആൻഡ് ജെന്റിൽ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. അതായത് വളരെ ദയയും വളരെ സൗമ്യ പ്രകൃതമുള്ള ആളാണ് ഗ്രാൻഡ് മദർ. രാജയെ വളരെ നന്നായി നോക്കുന്നത് ഗ്രാൻഡ് മദർ ആണ്. എപ്പോഴും രാജയുടെ പുറകെ ഒരു നിഴല് പോലെ നടന്നിട്ട് അത് ചെയ്യുക, അത് ഇൻസിസ്റ്റ് ചെയ്യുക. പറഞ്ഞ് നമ്മൾ എന്താ പറഞ്ഞത്? അത് ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുക, അങ്ങനെ ചെയ്യുന്ന പറഞ്ഞ് രാജയുടെ പുറകെ നടന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുമായിരുന്നു. ഇതാണ് നമ്മുടെ ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറിന്റെയും ക്യാരക്ടേഴ്സ്. ഓക്കെ, അടുത്തത്, രാജ hid in the cowshed for a long time. Was it right to do so? Write your views in a few sentences. അപ്പൊ നമുക്കറിയാലോ, രാജ കുറേ നേരം കൗഷഡിൽ തന്നെ ഒളിച്ചിരുന്നു. അപ്പൊ ഇത് ശരിയാണോ? അങ്ങനെ രാജ കൗഷഡിൽ ആരും കാണാതെ ഒളിച്ചിരുന്നത് ശരിയായിരുന്നോ? വാസ് ഇറ്റ് റൈറ്റ് ടു ഡു സോ? റൈറ്റ് യുവർ വ്യൂസ് ഇൻ ഫ്യൂ സെന്റൻസസ്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് എഴുതാനാണ് പറയുന്നത്. അവൻ ചെയ്തത് ശരിയാണോ തെറ്റാണോ, എന്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ പറയുന്നു എന്ന് നിങ്ങളുടെ അഭിപ്രായം എഴുതുക. Raja hid himself in the loft of a cowshed. His grandparents searched him everywhere. They worried about him and at last they both lost their hopes to find him. His act caused very sad to all. So it was not a right thing. അപ്പോൾ നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത് അവൻ ചെയ്തത് ഒട്ടും ശരിയായില്ല, അങ്ങനെ ചെയ്തത് റൈറ്റ് അല്ല എന്നാണ് എഴുതിയിരിക്കുന്നത്. കാരണം എന്താണ്? അവൻ ഒരുപാട് നേരം, കുറച്ചു നേരം, ഒരുപാട് നേരം കൗഷഡിൽ ഒളിച്ചിരുന്നു. അവൻ്റെ ഗ്രാൻഡ് പാരൻസ് അവൻ എല്ലായിടത്തും തിരയുന്നുണ്ടായിരുന്നു. അതുപോലെ വന്നവരെല്ലാം എല്ലാ സ്ഥലത്തും തിരയുന്നുണ്ടായിരുന്നു. രാജ കാണുന്നുണ്ട്. എന്നിട്ടും അവൻ എന്ത് ചെയ്യുന്നില്ല? പുറത്തു വരുന്നില്ല. അതേപോലെ അവർ വിഷമിക്കുന്നതും സങ്കടപ്പെടുന്നതും എല്ലാം കാണുന്നുണ്ടായിരുന്നു. അവർ വെറിയിടാവുന്നതെല്ലാം കാണുന്നുണ്ടായിരുന്നു. എന്നിട്ടും രാജ എന്താ ചെയ്യുന്നത്? അവിടെ തന്നെ ഒളിച്ചിരിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? അതുകൊണ്ട് അവന്റെ ആക്ട്, അവന്റെ പ്രവൃത്തി എന്ത് സംഭവിച്ചു? എല്ലാവർക്കും ഒരുപാട് സങ്കടം ഉണ്ടാക്കി. അതുകൊണ്ട് തന്നെ അവൻ ചെയ്തത് ഒട്ടും ശരിയായില്ല. സോ ഇറ്റ് വാസ് നോട്ട് റൈറ്റ് തിങ്.
Fourth question, did you like the story? Which part of the story did you like the most? Right? Why you like the story? അപ്പം എന്താ ചെയ്യാൻ പറയണത്? നിങ്ങൾക്ക് കഥ ഇഷ്ടമായോ? ഈ കഥയിലെ ഏത് ഭാഗമാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്? അപ്പൊ എന്തുകൊണ്ട് ആ ഭാഗം നിങ്ങൾക്ക് അത്ര ഇഷ്ടമാവാൻ കാരണം എന്താണ്? ഈ സ്റ്റോറി ഇഷ്ടമാവാൻ കാരണം എന്താണ് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ കഥ ഇഷ്ടമായില്ലേ എല്ലാവർക്കും? കഥ സ്റ്റോറി നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായില്ലേ? യെസ്, ഐ ലൈക്ക്ഡ് ഇറ്റ് വെരി മച്ച്. എനിക്ക് കഥ വളരെയധികം ഇഷ്ടമായി. ഏത് ഭാഗമാണ് ഈ കഥയിലെ ഏത് ഭാഗമാണ് നിങ്ങൾക്ക് ഇഷ്ടമായത്? ഗ്രാൻഡ് ഫാദറിനും കൂട്ടിയിട്ട് ഷവർ, അതായത് നമ്മുടെ മരം കുലുക്കിയിട്ട് മഴ പെയ്യിപ്പിക്കുന്നതാണോ, വെള്ളം റെയിൻ ഡ്രോപ്സ് വീഴിപ്പിക്കുന്നതാണോ, അതോ നമ്മുടെ രാജ പോയി ഒളിച്ചിരിക്കുന്നതാണോ? ഏത് ഭാഗമാണ് നിങ്ങൾക്ക് ഈ സ്റ്റോറിയിൽ ഏത് ഭാഗമാണ് ഇഷ്ടമായത്? ആൻഡ് വൈ യു ലൈക്ക് ദ സ്റ്റോറി, എന്തുകൊണ്ട് ഈ സ്റ്റോറി ഇഷ്ടമായെന്നും ചോദിച്ചിട്ടുണ്ട്. യെറ്റ് ഐ ലൈക്ക്ഡ് ഇറ്റ് വെരി മച്ച്. എനിക്ക് കഥ വളരെയധികം ഇഷ്ടമായി. ഐ ലൈക്ക്ഡ് ദ ലാസ്റ്റ് പാർട്ട് ഓഫ് ദ സ്റ്റോറി. അപ്പൊ എനിക്ക് ഈ കഥയിലെ അവസാന ഭാഗമാണ് ഇഷ്ടമായത്. ഗ്രാൻഡ് ഫാദർ ഹാഡ് ജസ്റ്റ്, അപ്പൊ ഏത് ഭാഗമാണ്? ഗ്രാൻഡ് ഫാദർ ഹാഡ് ജസ്റ്റ് ഫിനിഷ്ഡ് ഹിസ് പ്രയർ ആൻഡ് ടേൺഡ് ആസ് ഹി ഓപ്പൺ ഹിസ് ഐസ് ഹി സോ രാജ സ്റ്റാൻഡിങ് ബിഫോർ ഹിം. ഹി ടുക്ക് രാജ അപ്പ് ഇൻ ഹിസ് ആർംസ് ഇൻ ജോയ് ആൻഡ് ഹഗ്ഡ് ഹിം. അപ്പൊ ഏത് ഭാഗമാണ്? അവസാനം ഗ്രാൻഡ് ഫാദർ പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പ്രാർത്ഥിച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ അത് രാജ മുന്നിൽ വന്ന് നിൽക്കണോ, പ്രാർത്ഥിച്ച് കണ്ണു തുറന്ന് നോക്കുമ്പോൾ രാജ മുന്നിൽ വന്ന് നിൽക്കണു. നമ്മുടെ ഗ്രാൻഡ് ഫാദർ വളരെ ഹാപ്പിയായി സന്തോഷത്തോടുകൂടി അവനെ കെട്ടിപ്പിടിക്കുകയാണ് ചെയ്യുന്നത്, അല്ലെ? അവനെ എടുത്ത് കെട്ടിപ്പിടിക്കുന്നു. അപ്പൊ എന്തുകൊണ്ട് എനിക്ക് ഇഷ്ടമായി? വൈ ഐ റീഡ് ദിസ് പാർട്ട് ഐ റിമെമ്പർ മൈ ഓൺ ഗ്രാൻഡ് പാരൻസ്. ദേ വർ വെരി സ്ട്രിക്റ്റ് ബട്ട് ലവിങ് ആൻഡ് കെയറിങ്. ഐ ലവ് ദം ദ മോസ്റ്റ്. അപ്പൊ എന്തുകൊണ്ടാണ് ഇഷ്ടമായത്? ഈ ഭാഗം വായിക്കുമ്പോൾ, ഈ സ്റ്റോറി വായിച്ചപ്പോൾ എനിക്ക് എൻ്റെ ഗ്രാൻഡ് പാരൻസിന് ഓർമ്മ വന്നു. അവർ വളരെയധികം സ്ട്രിക്റ്റ് ആണെങ്കിലും ഒരുപാട് ലവിങ് ആൻഡ് കെയറിങ് ആയിരുന്നു. അവരെനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അടുത്തത് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. ഇൻ ദ സ്റ്റോറി രാജ മേഡ് എ ഷവർ ബൈ ഷേക്കിംഗ് ദ സാൻഡൽവുഡ് ട്രീ. ഇറ്റ് വാസ് എ ഗ്രേറ്റ് ഫൺ ഫോർ ഹിം. യു മസ്റ്റ് ഹാവ് ഹാഡ് സച്ച് ഫണ്ണി എക്സ്പീരിയൻസസ് ഇൻ യുവർ ലൈഫ്. റീകളക്ട് ആൻഡ് പ്രസന്റ് സച്ച് എ എക്സ്പീരിയൻസ് ബിഫോർ യുവർ ഫ്രണ്ട്സ് ഇൻ ദ ക്ലാസ്. അപ്പൊ ഇത് നമ്മളത് എഴുതാനല്ല പറയുന്നത്, ഇത് നമ്മൾ പ്രസന്റ് ചെയ്യാനാണ് പറയുന്നത്. അതായത് നമ്മുടെ ക്ലാസ്സിൽ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ നിങ്ങളുടെ എക്സ്പീരിയൻസ് പ്രസന്റ് ചെയ്യാനാണ് പറയാനാണ് പറയുന്നത്. അപ്പൊ എന്താ പറയാനാ പറയുന്നത്? നമ്മുടെ കഥ വായിച്ചപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? രാജ ആ സാൻഡൽവുഡ് ട്രീയിലെ, അതായത് ആ ചന്ദനമരം പിടിച്ച് കുലുക്കിയിട്ടാണ് ഷവർ ഉണ്ടാക്കുന്നത്. അതായത് ആ മഴ പോലെ ഗ്രാൻഡ് ഫാദർ നനയ്ക്കുന്നുണ്ട്, ഗ്രാൻഡ് ഫാദറും രാജ്യം നനയുന്നുണ്ട്. അപ്പൊ അവർ വളരെയധികം ഹാപ്പി, ഒരു ഗ്രേറ്റ് ഫണ്ണായിട്ട് അവൻ ഫീൽ ചെയ്തത്. അപ്പൊ ഇതുപോലെയുള്ള ഫണ്ണി ആയിട്ടുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് റീകളക്ട് ചെയ്തിട്ട് അത് ഓർത്തിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ അടുത്ത് ആ എക്സ്പീരിയൻസ് പറയാനാണ് പറയുന്നത്. നമുക്കിവിടെ എന്ത് എഴുതിയിരിക്കുന്നു നോക്കാം. ഇറ്റ് വാസ് ആൻ ഓണം. അപ്പൊ ഇവിടെ നമുക്കുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇതുപോലെ നിങ്ങൾക്കുള്ള എക്സ്പീരിയൻസ് എന്താണ്, അങ്ങനെയുള്ള വല്ല ഫണ്ണി എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതാണ് നമ്മൾ ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യേണ്ടത്. Okay, it was an autumn season. I was 9 years old. My friend and me went to collect flowers. My friend and me went to collect flowers to make pookalam. We reached a nearby house where there plenty of jasmine flowers. The jasmine crept on a nearby small mango tree. They gave permission to pluck the flowers. I went there and shook the small mango tree. It made a shower of jasmine flowers. Again and again I shook the mango tree. We all really enjoyed it. We collected jasmine flowers from there. It was such a great fun to us. ഇവിടെ എന്താ പറയുന്നത്? ഒരു ഓണക്കാലം ആയിരുന്നു. അപ്പൊ എനിക്ക് 9 വയസ്സായിരുന്നു. ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി പൂക്കളം, അപ്പൊ നമ്മൾ ഓണത്തിന്റെ ഒക്കെ പൂക്കളം ഇടും അല്ലേ? പൂക്കളം ഇടാൻ വേണ്ടി നമ്മൾ പൂ പറിക്കാനൊക്കെ പോവില്ലേ? അപ്പൊ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ പൂ പറിക്കാനായി പോയി. അങ്ങനെ ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു വീട്ടില് കുറേ ജാസ്മിൻ ഫ്ലവേഴ്സ് കണ്ടു. കുറേ ജാസ്മിൻ ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ജാസ്മിന്റെ വള്ളി, ആ ചെടിയുടെ വള്ളി ഒരു ചെറിയൊരു മാംഗോ ട്രീയിലേക്ക് ഇങ്ങനെ പടർന്ന് കയറി നിൽക്കുകയായിരുന്നു. അപ്പൊ ആ വീട്ടിലുള്ളവര് പൂ വലിച്ചോളാൻ സമ്മതിച്ചു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു? പൂ വലിക്കാൻ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ പോയി. അപ്പൊ ഞാൻ പതുക്കെ എന്ത് ചെയ്തു? ആ മാംഗോ ട്രീ ചെറിയൊരു മാംഗോ ട്രീ ആയിരുന്നു. ഞാൻ പിടിച്ചത് കുലുക്കിയപ്പോൾ അതെന്ത് സംഭവിച്ചു? ജാസ്മിൻ ഫ്ലവേഴ്സ് ഒക്കെ ഷവർ പോലെ ഞങ്ങളുടെ മേലെ വന്ന് വീണു. അപ്പൊ വീണ്ടും കുലുക്കിയപ്പോൾ മാംഗോ ട്രീ ഞാൻ വീണ്ടും കുലുക്കിയപ്പോൾ മഴ പോലെ ഞങ്ങളുടെ മേലെ മുല്ലപ്പൂ വന്ന് വീണു. ഞങ്ങൾ ആ പൂക്കളെല്ലാം പെറുക്കി. വളരെ ഗ്രേറ്റ് ആയിട്ടൊരു ഫണ്ണായിരുന്നു ഞങ്ങൾക്കത്. ഓക്കെ, ഇതായിരുന്നു ഒരു എക്സ്പീരിയൻസ്. അപ്പൊ ഇതുപോലെ നിങ്ങൾക്കുള്ള ഒരു ഫണ്ണി ആയിട്ടൊരു എക്സ്പീരിയൻസ് എഴുതുക, ഓർത്തിട്ട് എഴുതുക. അപ്പൊ ഇതാണ് നമ്മുടെ 5 ക്വസ്റ്റ്യൻസ്. ലെറ്റ്സ് റിവിസിറ്റ് ദ സ്റ്റോറിയിലെ 5 ചോദ്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ 5 ക്വസ്റ്റ്യൻസ് മനസ്സിലായില്ലേ? അപ്പൊ എല്ലാ ചോദ്യത്തിന്റെയും ആൻസേഴ്സ് നമ്മുടെ ടോപ്പേഴ്സ് വേർഡിലെ പ്ലേലിസ്റ്റിലുണ്ട്, ഇംഗ്ലീഷ് സബ്ജക്റ്റിന്റെ. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ള ക്ലാസ്സുകൾ കാണുക. ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.